സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസം നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു പറഞ്ഞു. മച്ചാട് ഗവൺമെന്റ് LP സ്കൂളിൽ 1 കോടി രൂപ ചെലവിൽ പുതുതായി നിർമ്മിച്ച ഇരുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം എന്ന മുദ്രാവാക്യമാണ് മുന്നോട്ട് വെച്ചത്. സമൂഹത്തിലെ അതിസാധാരണക്കാരായ കുട്ടികൾക്ക് ഏറ്റവും മികവാർന്ന വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്ന വിധത്തിൽ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യവും അക്കാദമിക ഗുണമേന്മയും വർദ്ധിപ്പിക്കുന്നതിന് അർത്ഥപൂർണമായ ഇടപെടലുകളാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നടന്നത്. അതിലൂടെ നമ്മുടെ സ്കൂളുകളുടെ നിലവാരം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിവിധ ഏജൻസികളിൽ നിന്ന് നിരവധി പുരസ്കാരങ്ങളാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തേടിയെത്തിയത്. സ്നേഹത്തിന്റെ വിദ്യാഭ്യാസ കൂടാരമായി സ്കൂളുകൾ മാറണമെന്നും ലഹരിക്കെതിരെ സർക്കാരും ജനങ്ങളും കൈകോർത്ത് ഒന്നിച്ച് പോരാടണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സേവർ ചിറ്റിലപ്പിള്ളി MLA അധ്യക്ഷത വഹിച്ചു. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആ വികസന ചരിതം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും തുടരാനും വേണ്ടിയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പുന്നപ്പറമ്പ് സെന്ററിൽ വന്ന പുന്നപ്പറമ്പ് സെന്റർ ഇപ്പോൾ തിരിച്ചറിയണില്ല എന്നാണ് പറയുന്നത്. വിവാഹം കഴിച്ചു കൊടുത്തിട്ട് തിരിച്ചു വരുന്നവര് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് എവിടെ പോകേണ്ടതെന്ന് ഒരു പിടിയില്ലാന്നാണ്. നോക്കുമ്പോൾ അവിടെ ഒരു വലിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം, ഇവിടെ മച്ചാട് സ്കൂള് നോക്കുമ്പോൾ പഴയ ഓടിട്ട കെട്ടിടമൊന്നും കാണാനുമില്ല. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, LSGD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TP അനി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MK ശ്രീജ, PR രാധാകൃഷ്ണൻ, BC സജീന്ദ്രൻ, K രാമചന്ദ്രൻ, AR കൃഷ്ണൻകുട്ടി, SIFL ഡയറക്ടർ മേരി തോമസ്, ജെയ്സൺ മാത്യു, KN രാജൻ, അഡ്വക്കേറ്റ് TA നജീബ്, ഷൈനി ജോസഫ്, KK ഷീന, TP ബിന്ദു, CS നദീറ, NP മാലിനി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.